ഹൗ മെനി ടൈംസ് ഡു യു ലീവ്? എത്ര പ്രാവശ്യം ഈ ജീവിതം നിങ്ങൾ ജീവിക്കും? അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം തിരിച്ചു കിട്ടും? നോട്ട് എ സിംഗിൾ ടൈം. ഒരു പ്രാവശ്യം പോലും തിരിച്ചു കിട്ടില്ല. ഈ ജീവിതം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. ഗോൺ ഈസ് ഗോൺ. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ദിസ് ഈസ് ദി ഓൺലി ചാൻസ് യു വിൽ എവർ ഗെറ്റ്. ദിസ് ഈസ് ദി ഓൺലി ലൈഫ് യു വിൽ എവർ ഹാവ്. ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കുക. ദ മൊമെന്റ്സ് യു ലിവ് ഓൺ ദിസ് പ്ലാനറ്റ്, അത് നമ്മൾ ഇങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ടാകും. ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഞാൻ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥയിലാണോ നമ്മൾ? അങ്ങനെ ഒരു മനുഷ്യനാണോ നമ്മൾ ഇന്ന് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ ഉത്തരം അല്ല എന്നുള്ളതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അലസനായിട്ട് നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ല. വി ആർ അൺസാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ഒരു എനർജിയില്ല, ഒരു സ്വപ്നമില്ല, നമ്മളെ തീ പിടിപ്പിക്കുന്ന ഒരു ആഗ്രഹമില്ല. വി ആർ അൺസാറ്റിസ്ഫൈഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ആരാണ് വരാൻ പോകുന്നത്? ശരിയാണ്, ഒരുപാട് പേർ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്, ഒത്തിരി ഫിലോസഫി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങളെ തേടി വരില്ല. നത്തിങ് വിൽ കം ടു യു. ഇതൊന്നും വന്ന് നിങ്ങളെ മാറ്റിമറിക്കില്ല. യു ഹാവ് ടു ചേഞ്ച്. കാരണം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. സം ഡേ എന്ന് പറഞ്ഞാൽ തീർന്നു, സം വൺ എന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം ഇന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇഫ് നോട്ട് യു ദെൻ ഹൂ എൽസ്? ഇഫ് നോട്ട് ടുഡേ ദെൻ വെൻ? ആരും വരില്ല. യു ആർ യുവർ ആൻസർ. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ. നിങ്ങളുടെ ചുറ്റുമുള്ള പലർക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ അവരിൽ പലരും നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും, നിങ്ങളെക്കുറിച്ച് പരാതി പറയുന്നുണ്ടാകും. പക്ഷേ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്, ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മാറ്റമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല, മാറ്റമുണ്ടാക്കാൻ തീരുമാനിക്കുന്നില്ല എന്നുള്ളതല്ല. വി മേക്ക് ഡിസിഷൻസ് എവ്രി നൗ ആൻഡ് ദെൻ. ഓരോ ദിവസവും നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് റെഡി ടു മേക്ക് സാക്രിഫൈസസ്. അതിൻ്റെ കൂടെ വരുന്നൊരു പെയിൻ ഉണ്ട്. നമ്മൾ ഡിസിപ്ലിൻ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു കഷ്ടപ്പാടുണ്ട്. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. വി ആർ നോട്ട് റെഡി ഫോർ ദാറ്റ്. ചേഞ്ച് ഈസ് ഹാർഡ്. ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. കാരണം ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ശീലിച്ചതാണ് നമ്മൾ മാറ്റാൻ നോക്കുന്നത്. ഇറ്റ് ഈസ് ഹാർഡ്. അതൊരിക്കലും എളുപ്പമല്ല. പക്ഷേ ഇതാണ് പലരെയും തളർത്തുന്നത്. പീപ്പിൾ വാണ്ട് ടു ചേഞ്ച് വെരി ഫാസ്റ്റ്. പെട്ടെന്ന് മാറാൻ നോക്കുമ്പോൾ അത് നടക്കില്ല, അത് വീണ്ടും നിരാശയാവും. ആൻഡ് യു വിൽ നെവർ ചേഞ്ച്. സോ നമ്മൾ ശരിക്കും മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതാണ് ഉത്തരം. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, വൺ ടൈനി ചേഞ്ച്. ഒരു ചെറിയ മാറ്റം, അത് ഓരോ ദിവസവും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മൾ പലപ്പോഴും ഫാസ്റ്റ് എക്സ്പെക്റ്റേഷൻ, പെട്ടെന്ന് സംഭവിക്കുമെന്ന് ചിന്തിച്ച് എന്ന് പ്രതീക്ഷിച്ചറിഞ്ഞിരിക്കുമ്പോൾ അത് നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. വി ഹാവ് ടു ബി പേഷ്യൻറ്റ് വിത്ത് അവർ സെൽഫ്. ഇത്രയും കാലം പഠിച്ചത് പലതും അൺലൈൻ ചെയ്യണം, അതിന് സമയമെടുക്കും. പക്ഷേ ആ ഒരു പേഷ്യൻസ് നിങ്ങൾ കാണിക്കാൻ റെഡിയായാൽ, ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ കാണിക്കാൻ റെഡിയായാൽ, ഇഫ് വി ആർ റെഡി ടു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ us ഇൻ ദി അതർ എൻഡ് ഈസ് വർത്ത് ഇറ്റ്. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നവും അത്രയും വിലയുള്ളതാണ്. വി ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. നമ്മുടെ ചുവരുകളിൽ നമ്മൾ കുറിച്ചിടണം, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം, വൺ ഡേ അറ്റ് എ ടൈം. ഓപ്ര വിൻഫ്രേയുടെ ഒരു കോട്ടുണ്ട്, ദ ബിഗ്ഗസ്റ്റ് അഡ്വഞ്ചർ you can take is to live the life of your dreams. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വഞ്ചർ. ടേക്ക് ഇറ്റ്, ലീവ് ഇറ്റ് ആൻഡ് മേക്ക് യുവർ ലൈഫ് ആൻ അഡ്വഞ്ചർ. ഇൻസ്പയറിംഗ് ഫ്രീ.